ഇനി നമ്മൾ 24 എന്ന നമ്പറിൻ്റെ എല്ലാ ഫാക്ടേഴ്സും ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. 24ൻ്റെ എല്ലാ ഫാക്ടേഴ്സും നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ എഴുതേണ്ടത് എന്താണ്? 1 × 24 ഈസ് ഈക്വൽ ടു 24 എന്ന് എഴുതണം അല്ലേ? 1 × സെയിം നമ്പറാണ് ആദ്യം എഴുതേണ്ടത്. അതുകൊണ്ട് ഞാൻ 1 × 24 ഈസ് ഈക്വൽ ടു 24 എന്ന് എഴുതി. ക്ലിയർ? ഇനി 1 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ എത്രയാണ്? 2 ആണ് അല്ലേ? 2നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 24 കിട്ടുമോ? നമുക്ക് അറിയില്ല അല്ലേ? 20 വരെയുള്ള 2ൻ്റെ മൾട്ടിപ്പിൾസേ നമുക്ക് അറിയുള്ളൂ. 20ക്ക് ശേഷമുള്ള 2ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് അറിയില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് 24 2 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. എന്താണ് നോക്കേണ്ടത്? 24 2 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. 24 2 കൊണ്ട് ഡിവിസിബിൾ ആണോ? ആണ് അല്ലേ? 24 ഒരു ഈവൺ നമ്പറാണ്. സോ 24 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് പറയാം? 24ൻ്റെ ഫാക്ടറാണ് 2 എന്ന് പറയാമല്ലോ. 24ൻ്റെ ഫാക്ടർ ആയിരിക്കും 2. ക്ലിയർ? ഇങ്ങനെ 2 എന്ന നമ്പർ 24ൻ്റെ ഫാക്ടർ ആയതുകൊണ്ട് നമുക്ക് പറയാം 2നെ ഏതോ ഒരു നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 24 കിട്ടും എന്ന് പറയാം. മനസ്സിലായോ? 24ൻ്റെ ഒരു ഫാക്ടറാണ് 2. ഇങ്ങനെ ഒരു ഫാക്ടർ ആയതുകൊണ്ട് ഈ 2നെ ഏതോ ഒരു നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 24 കിട്ടും. നമ്മൾ ഫാക്ടേഴ്സ് എന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇനി ഈ ബോക്സിൻ്റെ ഉള്ളിലുള്ള നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 24 ഡിവൈഡഡ് ബൈ 2 ആണ്. 2ൽ നിന്ന് 2 1 ടൈം മൈനസ് ചെയ്യാം. 1 × 2 2 ആണ്. 2 - 2 0 ആണ്. 4നെ ഞാൻ ഇവിടേക്ക് എഴുതുന്നു. 4ൽ നിന്ന് 2 എത്ര ടൈംസ് മൈനസ് ചെയ്യാം? 2 ടൈംസേ ചെയ്യാൻ കഴിയൂ. 2 × 2 എത്രയാണ്? 2 × 2 4 ആണ്. ഓക്കെ, 4 - 4 0 ആണ് നമുക്ക് റിമൈൻഡർ കിട്ടുക. ക്ലിയർ? അപ്പോൾ 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്രയാണ്? 12 ആണ് ആൻസർ. 24/2 ഈസ് ഈക്വൽ ടു എത്രയാണ്? 12. അപ്പോൾ ബോക്സിൻ്റെ ഉള്ളിലുള്ള നമ്പർ എത്രയാണ്? 12 ആണ്. 2നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 24 കിട്ടുന്നത്. എങ്ങനെയാണ് ചെയ്തത് എന്ന് മനസ്സിലായല്ലോ. ഇനി 2 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാണ്? 3 ആണ് അല്ലേ? 3യെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 24 കിട്ടുമോ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിലേ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. 3യെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 24 കിട്ടുക? നമുക്കറിയാം 3 × 8 ഈസ് ഈക്വൽ ടു എത്രയാണ്? 24 ആണ്. 3 × 8 എത്രയാണ്? 24 ആണ്. ഓക്കെ, ഇനി 3 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ എത്രയാണ്? 4 ആണ് അല്ലേ? 4നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 24 കിട്ടുക? 4 × 6 ഈസ് ഈക്വൽ ടു എത്ര? 24 ആണ്. 4 × 6 24 ആണ്. ഇനി 4 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 5 ആണ് അല്ലേ? 5നെ ഏതെങ്കിലും നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 24 കിട്ടുമോ? ഇല്ല, 5ൻ്റെ മൾട്ടിപ്പിൾ അല്ല 24. അതുകൊണ്ട് 5നെ ഒരു നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 24 കിട്ടില്ല. ഇനി 5 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ എത്രയാണ്? 6 ആണ് അല്ലേ? 6നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 24 കിട്ടുമോ? കിട്ടും അല്ലേ? നമുക്കറിയാം 6 × 4 ഈസ് ഈക്വൽ ടു എത്രയാണ്? 24 ആണ്. 6 × 4 ഈസ് ഈക്വൽ ടു 24. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ നോക്കൂ. ഇവിടെ നമുക്ക് 4 × 6 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? അതുപോലെ ഇവിടെ 6 × 4 എന്നും കിട്ടിയിട്ടുണ്ട്. അതായത് സെയിം നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വന്നു.
4ഉം 6ഉം റിപ്പീറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടി അല്ലേ. ഇങ്ങനെ സെയിം നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്താൽ ഇതുപോലെ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത് ഇവിടെ നമുക്ക് നിർത്താം. ഇനി 24ൻ്റെ ഫാക്ടേഴ്സ് നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം ഇവിടെയുള്ള 1 ആണ് എഴുതേണ്ടത്. 1, അതിനുശേഷം ഇവിടെയുള്ള 2 എഴുതണം. 2, ഇവിടെയുള്ള 3, അതിനുശേഷം ഇവിടെയുള്ള 4 എഴുതണം. 4, പിന്നീട് ഈ 6 എഴുതാം. 6, ഇനി ഈ 4 നമ്മൾ ഒരു തവണ എഴുതിയതാണ്, അതുകൊണ്ട് 4 ഇനിയും എഴുതുന്നില്ല. അതുപോലെ ഈ 6ഉം ഒരു തവണ എഴുതി, അതുകൊണ്ട് വീണ്ടും എഴുതുന്നില്ല. ഇനി അടുത്ത നമ്പർ എഴുതേണ്ടത് ഏതാണ്? ഇവിടെയുള്ള 8 ആണ് എഴുതേണ്ടത്. 8, അതിനുശേഷം ഇവിടെയുള്ള 12 എഴുതണം. 12, ഇനി ഏറ്റവും അവസാനം ഇവിടെയുള്ള 24. ഓക്കെ, അപ്പോൾ 24ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 6, 8, 12, 24 എന്നിവയാണ് 24ൻ്റെ ഫാക്ടേഴ്സ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് 36 എന്ന നമ്പറിൻ്റെ എല്ലാ ഫാക്ടേഴ്സും ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 36ൻ്റെ ഫാക്ടേഴ്സാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം നമ്മൾ എന്തെഴുതണം? 1 into 36 is equal to 36 എന്ന് എഴുതാം അല്ലേ. 1 into 36 ആണ്. ക്ലിയർ? ഇനി 1 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 2 ആണ്. 2നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 36 കിട്ടുമോ? നമുക്ക് അറിയില്ല അല്ലേ. 20 വരെയുള്ള 2ൻ്റെ മൾട്ടിപ്പിൾസേ നമുക്ക് അറിയുള്ളൂ. ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വന്നാൽ നമ്മൾ നോക്കേണ്ടത് 36 2 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നാണ്. 36 ഈവൺ നമ്പറാണ്, സോ അത് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് പറയാം? 36ൻ്റെ ഒരു ഫാക്ടറാണ് 2 എന്ന് പറയാം അല്ലേ. 36ൻ്റെ ഒരു ഫാക്ടറാണ് 2. ഓക്കെ, അതുകൊണ്ട് 2നെ ഏതോ ഒരു നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 36 കിട്ടും. ഓക്കെ, 2 ഇൻറ്റു ബോക്സിൻ്റെ ഉള്ളിലുള്ള നമ്പർ ഇസ് ഈക്വൽ ടു 36. ബോക്സിൻ്റെ ഉള്ളിലുള്ള നമ്പർ എങ്ങനെ കാണും? 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 36 ഡിവൈഡഡ് ബൈ 2 ആണ്. 3യിൽ നിന്ന് 2 1 ടൈം മൈനസ് ചെയ്യാം. 1 ഇൻറ്റു 2 2 ആണ്. 3 മൈനസ് 2 1 ആണ്. 6നെ ഞാൻ ഇവിടേക്ക് എഴുതുന്നു. 16ൽ നിന്ന് 2 എത്ര ടൈംസ് മൈനസ് ചെയ്യാം? 8 ടൈംസ് ചെയ്യാം. 8 ഇൻറ്റു 2 16 ആണ്. 16 മൈനസ് 16 0 ആണ് നമുക്ക് റിമൈൻഡർ കിട്ടുക. അപ്പോൾ 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്രയാണ്? 18 ആണ്. ഓക്കെ, അപ്പോൾ ബോക്സിൻ്റെ ഉള്ളിലുള്ള നമ്പർ 18 ആണ്. 2നെ 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 36 കിട്ടുക. ഓക്കെ, ഇനി 2 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 3 ആണ് അല്ലേ. 3യെ ഏതെങ്കിലും നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 36 കിട്ടുമോ? അതും നമുക്ക് അറിയില്ല അല്ലേ. 30 വരെയുള്ള 3യുടെ മൾട്ടിപ്പിൾസ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? 36 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. 36 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? 36ലെ ഡിജിറ്റ്സിൻ്റെ സം എത്രയാണ്? 3 + 6 ആണ് അല്ലേ. 3 + 6 എന്ന് പറഞ്ഞാൽ 9 ആണ് ഡിജിറ്റ്സിൻ്റെ സം. 9 3യുടെ മൾട്ടിപ്പിൾ ആണോ? ആണ്. 9 3യുടെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 36 3 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? 36 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതിനാൽ 36ൻ്റെ ഒരു ഫാക്ടറാണ് 3 എന്ന് പറയാം. ഓക്കെ, 36ൻ്റെ ഒരു ഫാക്ടറാണ് 3. ഇങ്ങനെ 3 എന്ന നമ്പർ 36ൻ്റെ ഒരു ഫാക്ടർ ആയതിനാൽ നമുക്ക് പറയാം 3യെ ഏതോ ഒരു
നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 36 കിട്ടും എന്ന് പറയാം. ഓക്കെ, 3 ഇൻറ്റു ബോക്സിൻ്റെ ഉള്ളിലുള്ള നമ്പർ ഈസ് ഈക്വൽ ടു 36. ഇനി ഈ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? 36നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 36 ഡിവൈഡഡ് ബൈ 3 ആണ്. 3യിൽ നിന്ന് 3 1 ടൈം മൈനസ് ചെയ്യാം. 1 ഇൻറ്റു 3 3 ആണ്. 3 മൈനസ് 3 0 ആണ്. 6നെ ഞാൻ ഇവിടേക്ക് ഇറക്കി എഴുതുന്നു. 6ൽ നിന്ന് 3 എത്ര ടൈംസ് മൈനസ് ചെയ്യാം? 2 ടൈംസ് ചെയ്യാം അല്ലേ? 2 ഇൻറ്റു 3 6 ആണ്. 6 മൈനസ് 6 0 ആണ് നമുക്ക് റിമൈൻഡർ കിട്ടുക. അപ്പോൾ 36നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്രയാണ്? 12 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ബോക്സിൻ്റെ ഉള്ളിലുള്ള നമ്പർ 12 ആണ്. 3യെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 36 കിട്ടുക. മനസ്സിലായല്ലോ? ഇനി 3 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 4 ആണ്. 4നെ ഏതെങ്കിലും നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 36 കിട്ടുമോ? 4 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു എത്രയാണ്? 36 ആണ് അല്ലേ? 4 ഇൻറ്റു 9 36 ആണ്. ഇനി 4 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 5 ആണ്. 5നെ ഒരു നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 36 കിട്ടില്ല. 5ൻ്റെ മൾട്ടിപ്പിൾ അല്ല 36. ഓക്കെ, ഇനി 5 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ എത്രയാണ്? 6 ആണ് അല്ലേ? നമുക്കറിയാം 6 ഇൻറ്റു 6 എത്രയാണ്? 36 ആണ്. 6 ഇൻറ്റു 6 ഇസ് ഈക്വൽ ടു 36. ഓക്കെ, ഇനി 6 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 7 ആണ്. 7ൻ്റെ മൾട്ടിപ്പിൾ അല്ല 36. 7നെ ഒരു നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 36 കിട്ടില്ല. അതുപോലെ തന്നെയാണ് 8ഉം. 8ൻ്റെ മൾട്ടിപ്പിൾ അല്ല 36. ഇനി 8 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ എത്രയാണ്? 9 ആണ് അല്ലേ? 9നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 36 കിട്ടും? 9 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു എത്രയാണ്? 36 ആണ്. 9 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 36. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾ ഇവിടെ നോക്കൂ. ഇവിടെ നമുക്ക് 4 ഇൻറ്റു 9 എന്നും കിട്ടിയിട്ടുണ്ട്. ഇവിടെ 9 ഇൻറ്റു 4 എന്നും കിട്ടിയിട്ടുണ്ട്. അതായത് സെയിം നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് കിട്ടി അല്ലേ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിർത്താം. ഇനി ഫാക്ടേഴ്സ് ഒന്ന് എഴുതി നോക്കാം അല്ലേ? ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇവിടെയുള്ള 1 ആദ്യം എഴുതണം. 1, അതിനുശേഷം 2 എഴുതണം. 2, പിന്നെ ഇവിടെയുള്ള 3, ഇവിടെയുള്ള 4, അതിനുശേഷം ഇവിടെയുള്ള 6 എഴുതണം. 6, പിന്നെ ഇവിടെയുള്ള 9 എഴുതണം. 9. ഇനി ഈ 4 നമ്മൾ ഒരു തവണ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും എഴുതുന്നില്ല. അതുപോലെ തന്നെ 6ഉം നമ്മൾ ഒരു തവണ എഴുതിയതാണ്. അതുപോലെ ഈ 9ഉം ഒരു തവണ എഴുതി. ഇനി അടുത്തതായിട്ട് നമ്മൾ എഴുതേണ്ട നമ്പർ ഏതാണ്? ഇവിടെയുള്ള 12 ആണ് എഴുതേണ്ടത്. 12, പിന്നെ ഇവിടെയുള്ള 18 എഴുതണം. 18, ഇനി അവസാനമായിട്ട് ഇവിടെയുള്ള 36. ഓക്കെ, അപ്പോൾ 36ൻ്റെ എല്ലാ ഫാക്ടേഴ്സും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 36ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 6, 9, 12, 18, 36 എന്നിവയാണ് 36ൻ്റെ ഫാക്ടേഴ്സ്. ക്ലിയർ ആണല്ലോ? ഒരു നമ്പർ കിട്ടിയാൽ അതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം.